മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനത്തിൽ വിവാദം. ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തിയെന്ന് വിമർശനം. SFIO കേസിൽ പ്രതിയായ മകൾ വീണയും കൊച്ചുമകനും മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി കുടുംബസമേതം പങ്കെടുത്തത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താനെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബത്തെയും കൂടെ കൂട്ടിയത്. ഭാര്യ, മകൾ വീണ, കൊച്ചുമകൻ എന്നിവരെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം വിഴിഞ്ഞത്തെത്തിയിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ തുറമുഖത്തിന്റെ നിർണായക നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയും കുടുംബവും നേരിൽ കാണുകയും ചെയ്തു. തുറമുഖത്തെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിക്കുന്ന യോഗത്തിലും ഭാര്യയും മകളും കൊച്ചുമകനും എല്ലാം പങ്കെടുത്തു. സന്ദർശനത്തിന്റെയും യോഗത്തിന്റെയും ചിത്രങ്ങൾ പ്രചരിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനവും ഉയരുകയാണ്. PRD അടക്കമുള്ള സർക്കാർ പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രാധാന്യം നൽകിയാണ് സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രി കമ്മീഷനിങ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഔദ്യോഗിക വിലയിരുത്തൽ കൂടിയായിരുന്നു സന്ദർശനവും യോഗവും. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിൽ കുടുംബത്തിന് എന്ത് കാര്യമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിൽ SFIO പ്രതിയാക്കിയ മകൾ വീണ സംസ്ഥാന മുഖ്യമന്ത്രിക്കൊപ്പം യോഗത്തിൽ പങ്കെടുത്തതിലും വിമർശനം ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഔദ്യോഗിക സന്ദർശനമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. യഥാർത്ഥത്തിൽ അന്ന് അവിടെ സംഭവിച്ചത് എന്താണ്? ആ മറുപടിയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് നീലിമ. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചത് ഒരു ഔദ്യോഗിക സന്ദർശനമല്ല. ഒരു വ്യക്തി, പിണറായി വിജയൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് അവിടെ സന്ദർശനം നടത്തിയതെങ്കിൽ അത് ഈ രീതിയിലുള്ള ആക്സസ് അവർക്ക് അവിടെ കിട്ടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, സംസ്ഥാനത്തെ PRD പോലെയുള്ള പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വരവും പോക്കും എല്ലാം വലിയ ആഘോഷമാക്കി മാറ്റിയത്. മാധ്യമങ്ങളെ അടക്കം അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. വലിയ സംവിധാനം അതിനുവേണ്ടി ഒരുക്കിയിരുന്നു മുഖ്യമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മുമ്പായിട്ടുള്ള ഒരു വിലയിരുത്തൽ, നിലവിലത്തെ സ്ഥിതികൾ പരിശോധിക്കൽ എന്നിവയ്ക്കാണ് വിഴിഞ്ഞത്ത് എത്തിയത് എന്നുള്ളത്. അപ്പോൾ കൃത്യമായി ഒരു വിലയിരുത്തൽ, പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അവിടെ നടന്നത്. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഔദ്യോഗികമല്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പങ്കെടുത്തു, മുഖ്യമന്ത്രിയുടെ ഭാര്യ പങ്കെടുത്തു, മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ പങ്കെടുത്തു എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി വ്യക്തമാണ്. മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ വശങ്ങളിലായി 2 മന്ത്രിമാരിയ്ക്കുന്നു. ആ മന്ത്രിമാർക്ക് ഒരു വശത്തായി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരിയ്ക്കുന്നു. എതിർവശത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകളുടെ മകൻ എന്നിവരെല്ലാം നിരന്നിരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തിയ ദിവസം അവിടെ അവതരിപ്പിച്ചത് നിലവിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള എവിടം വരെ ജോലികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി എന്തൊക്കെ, പ്രധാനമന്ത്രി എത്തുമ്പോൾ കമ്മീഷനിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ PowerPoint പ്രസന്റേഷൻ അടക്കം നൽകി അവിടെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. അപ്പോൾ കൃത്യമായി ഈ പറയുന്ന 2-ാം തീയതി കമ്മീഷനിങ് നടക്കുന്നതിന് മുൻപുള്ളൊരു അവലോകന യോഗം തന്നെയാണ് നടന്നത്. ആ യോഗത്തിലാണ് ചട്ടലംഘനം നടത്തി മുഖ്യമന്ത്രി കുടുംബത്തെ കൊണ്ടുപോയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ നിലവിൽ SFIO കുറ്റപത്രം നൽകിയിട്ടുള്ള ഒരു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാണ്. അതിൽ 11-ാം പ്രതിയായി നിൽക്കുന്ന വീണയെ പോലെ ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള ഒരു വലിയ പ്രോജക്റ്റിന്റെ അവലോകന യോഗത്തിൽ കൊണ്ടിരുത്താൻ കഴിയുക എന്നുള്ളത് സാധാരണഗതിയിലുള്ളൊരു ധാർമ്മിക പ്രശ്നം പോലും അതിൽ മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നവമാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത്, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവലോകന യോഗത്തിൽ ഭാര്യയും മകളെയും കൊച്ചുമകനെയും ഒപ്പം ഇരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേയറ്റം അപലപനീയവും അപമാനകരവുമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വിമർശനം ഉയർത്തുന്നത്. ഇത് സംസ്ഥാന സർക്കാർ എന്നത് പിണറായി വിജയന്റെ അടുക്കളക്കാര്യമല്ല. ഈ ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയാണ് വീണ വിജയൻ. അത്തരമൊരാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുക തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരുമല്ല വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. നവമാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പരിഹാസങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഈ ഔദ്യോഗികമല്ല ഈ സന്ദർശനം എന്നുള്ള വിശദീകരണം പോലും പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ തീർത്തും സ്വകാര്യമായ രീതിയിൽ വേണമായിരുന്നു മുഖ്യമന്ത്രി അവിടേക്ക് എത്തേണ്ടത്. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് അവലോകന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിലവിലത്തെ തുറമുഖത്തിന്റെ സ്ഥിതിയെ പറ്റിയുള്ള അവലോകനത്തിനാണ് അല്ലെങ്കിൽ വിലയിരുത്തലിനാണ് പോകുന്നത് എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ അദ്ദേഹം ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതാലും അതൊന്നും ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളെ തുടരുക. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞ സന്ദർശനത്തിൽ വലിയ വിവാദം ഉടലെടുക്കുകയാണ്.
ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തിയെന്നാണ് വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചയിലേക്ക് പോകുന്നു. ശ്രീകുമാർ, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം ഈ വിഴിഞ്ഞം സന്ദർശനത്തിനൊക്കെ എത്തുന്നത്? അതും ഔദ്യോഗിക പരിവേഷത്തിൽ. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് എന്താണ് അവിടെ കാര്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിക്കുകയുണ്ടായി. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കാണുന്നത്? നോക്കൂ നീലിമ, ഒരു വിവേകശാലിയായ ഭരണാധികാരി ചെയ്യാത്ത കാര്യമാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത്. കാരണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഔദ്യോഗിക വിലയിരുത്തലായിട്ടാണ് അതിനെ കണ്ടത്. ഔദ്യോഗിക വിലയിരുത്തലല്ല എന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അവിടെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തി അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഏതൊരു പൗരനും സാധിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അതിന് പ്രത്യേകിച്ചൊരു ഇത് കിട്ടും, പ്രത്യേകിച്ചൊരു ആനുകൂല്യം കിട്ടും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ പോവായിരുന്നെങ്കിൽ. പക്ഷെ ഇതല്ല, ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനമാണെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ഔദ്യോഗിക സന്ദർശനം എന്ന് പറയാൻ കാരണം മന്ത്രിമാരതിലുണ്ട്, മേയറുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, IAS ഉദ്യോഗസ്ഥരുണ്ട്. ഇത്രയും പേര് ഒരുമിച്ച് പോകണമെങ്കിൽ അത് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്. സ്വകാര്യ സന്ദർശനത്തിന് ഇവരൊന്നും പോകേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മാത്രം പോയാൽ മതി. അപ്പൊ അത് ഔദ്യോഗികമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അവിടെ സന്ദർശനം നടത്താനുള്ള അവരുടെ ആ ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ട് അവരവിടെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ചാനലിലും പത്രത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സന്ദർശനം നടത്തി, എന്ത് ശരി പോട്ടെ, അങ്ങനെ ഒരു സന്ദർശനം നടത്തി. കാരണം എന്താ, ഒരു കൗതുകത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങളെ കടൽ യാത്രക്കൊക്കെ കൊണ്ടുപോകുന്നത് ശരി. പക്ഷെ അത് കഴിഞ്ഞ് അവലോകന യോഗം നടക്കുമ്പോൾ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചത് തെറ്റാണ്. അത് തെറ്റാണ്. കാരണം അത് ഒരു ഗവൺമെന്റ് വിരുദ്ധ നടപടിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ഔദ്യോഗിക ചർച്ച നടക്കുന്നത് ഒരു രഹസ്യ സ്വഭാവം അതിനുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഭാര്യയും മകളും കൊച്ചുമക്കളും ഒന്നും പങ്കെടുക്കുന്നത് ശരിയല്ല. അത് കേരളത്തിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കുടുംബങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബങ്ങളെയൊക്കെ അവരുടേതായ രീതിയിൽ എന്താ പറയുക, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ലാളിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഔദ്യോഗിക തലത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ട് മാത്രം മാറുന്നൊരവസ്ഥയാണ്. ഇവിടെ അതല്ല കണ്ടത്. ഈ കുടുംബാംഗങ്ങളെ ആ യോഗം നടന്ന ഹാളിന് പുറത്ത് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിരുന്നില്ല അവർ ഇരിക്കാനായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൂടെ കൂട്ടിയതെന്ന് ചോദിച്ചാല്, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അടിമ മനോഭാവം കൂടിയാണ്, അല്ലെങ്കിൽ ഭയമുണ്ട്. സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയോട് പറയേണ്ടത് നമ്മുടെ ഒരു ഔദ്യോഗിക യോഗമാണ്, അപ്പൊ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിൽ ശരിയല്ല എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടത് മുഖ്യമന്ത്രി ഉൾക്കൊള്ളാതിരുന്നാണെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥന്മാരാണ് വിശദീകരിക്കേണ്ടത്. ഇതിൽ ഗവൺമെന്റിന്റെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്, ഇതിൽ പാർട്ടിയുടെ വിശദീകരണം ആവശ്യമുണ്ട്. പാർട്ടിയുടെ വിശദീകരണം എന്താണ് നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാല്, സാധാരണഗതിയിലെ CPM പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇത്തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ചെന്ന് പെടാറില്ല. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട ബിസിനസ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടുകയാണ്. ഈ ഒരു സന്ദർഭത്തില് സാധാരണഗതിയില് ആ മകളെ അവിടെ ഔദ്യോഗിക സന്ദർശനത്തിന് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കേണ്ട കാര്യമാണ്. അത് വ്യക്തിപരമാണ് അദ്ദേഹത്തിന്റെ. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പറയാം ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, ഔദ്യോഗിക യോഗമാണെന്ന് പറയാം. പക്ഷെ അത് പറയാണ്ടിരുന്നതാണോ, എങ്കിൽ അങ്ങനെയൊക്കെ ആയി പൊക്കോട്ടെ എന്ന് ധരിച്ചതാണോ, അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തോട്ടെ എന്ന് കരുതിയതാണ്, അങ്ങനെ പലതും ഊഹിക്കാൻ പറ്റും. എന്തായാലും ഇത് മോശമായി പോയി. അത് കേരളത്തിന്റെ ഒരു ഔദ്യോഗിക ഭരണതലത്തിൽ ഇത്തരത്തിലൊരു കുടുംബ യോഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക, അതിൽ മന്ത്രിമാർക്ക് പറയാമല്ലോ, സാർ ഇത് ശരിയല്ല, നമുക്കത് നാളെ നമ്മുടെ പാർട്ടിക്കും നമുക്ക് മോശം ഉണ്ടാക്കുന്ന ഒരു പ്രകടനമായി മാറും എന്ന് ഒരു മന്ത്രി, വാസവനും പറഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന വാസവനെ അത് കൃത്യമായിട്ട് കാണാം. വാസവനും പറഞ്ഞില്ല, ആർക്കും ഒരു താല്പര്യമില്ല. അതെ, വീണ ജോർജ് ഉണ്ട്. അപ്പൊ വീണ ജോർജ് ഒന്നും പറയില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടിയുമായിട്ട് വലിയ പ്രവർത്തന പാരമ്പര്യം പരിചയമില്ല. പക്ഷെ വാസവന് പറയാമായിരുന്നു. സെക്രട്ടേറിയറ്റ് മെമ്പറും
അതെ, ജില്ലാ സെക്രട്ടറി ഒപ്പം പരിണിതപ്രജ്ഞനായ ചീഫ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമാണത്. അതെ, അപ്പൊ അവര് ഇതിനൊക്കെ ഇതിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയാണ്. കാരണം ഭരണത്തിൽ എക്സിക്യൂട്ടീവ് പവർ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹമാണ് പറയേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പറയാം, ആർക്കും ഇവിടെ പറയാം, മന്ത്രിക്ക് വാസവന് പറയാം. വീണ ജോർജ് പറയില്ല, കാരണം വീണ ജോർജിനെ പറയാനുള്ള ഒരു ആ ഒരു ഇതിലേക്ക് അവർ എത്തിയിട്ടില്ല. കാരണം ഒരു ജൂനിയർ എന്നുള്ള രീതിയിലാണ് പാർട്ടി അവരെ കാണുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നൽ ഉണ്ടായില്ല? അതിന്റെ അർത്ഥം എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആര് ചോദിക്കാൻ? കേരളത്തിലെ ജനങ്ങളൊക്കെ എന്നെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയൊക്കെയാണ് കാണുന്നത്. ശ്രീകുമാർ സാർ, ഇതിനെയൊക്കെയാണ് ഔചിത്യ ബോധം എന്ന് നമ്മൾ വിളിക്കേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ബി രാധാകൃഷ്ണ മേനോനിലേക്ക് പോവുകയാണ്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഒരു ചെയറിലിരിക്കുകയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കാണുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ തന്നെ അതിനൊരു ഔദ്യോഗിക സ്വഭാവമുണ്ട്. തീർച്ചയായും ഔദ്യോഗികമായ ഒരു പരിപാടിയാണ്. നമ്മൾ ആ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്, വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഒരു അധ്യക്ഷനെ പോലെ ആ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇരുവശത്തും മന്ത്രിമാർ ഇരിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇരിപ്പുണ്ട്. ഈ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോലും ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരു യോഗമാണ് അവിടെയാണ് ഒരു ഔചിത്യ ബോധവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ മകൾ, ആ മകൾ എന്ന് പറയുന്നത് ക്രിമിനൽ കേസിൽ പ്രതിയാണ്, ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതിയാണ് എന്ന് ഓർക്കണം. പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ചടങ്ങിൻ്റെ അവലോകന യോഗമാണ് അവിടെ നടക്കുന്നത്. ഇത് തീർത്തും ഔചിത്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ഈ വിഷയം? ഇല്ല, ഇതിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ദിനങ്ങളിൽ വിഴിഞ്ഞത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ മാസപ്പടിയോ സംവിധാനമോ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി തന്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരം ഒരുക്കി എന്ന് കൂടി ആരെങ്കിലും സംശയിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കാലത്തെ സമീപനം, അത് CMRL മാസപ്പടി കേസായാലും മുൻകാലത്തെ SNC ലാവലിൻ കേസായാലും എല്ലാം അതിലെ പാർട്ടി, ഇപ്പോ വാസവനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു, വീണ ജോർജിന്റെ പാർട്ടിയിൽ പരിചയമില്ല, വാസവൻ പാർട്ടിയിൽ. ഇപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നതും ഈ അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഒപ്പം നിന്നുകൊണ്ട് അത് പാർട്ടിക്ക് കൂടി അദ്ദേഹം അതിന്റെ വിഹിതം കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റില്ല. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ ബാധ്യത പാർട്ടി ഏറ്റെടുക്കും. പാർട്ടിയുടെ ജനറൽ ഏറ്റവും ഉന്നതനായ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സാഹചര്യം, പാർട്ടി ഓഫീസിന്റെ ചടങ്ങുകളിലൊക്കെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പ്രാമുഖ്യം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഒരു ഏകാധിപതിയും കുടുംബാധിപത്യത്തിന്റെ വക്താവും ഒക്കെയായി മാറുമ്പോൾ CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഗതികേട് കൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട, ഒപ്പം നിൽക്കേണ്ട ഒരു ദുഷിച്ച സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ആ പാർട്ടി അണികൾക്കും പാർട്ടി അനുഭാവികൾക്കും കൂടിയുള്ള ഒരു സന്ദേശമാണ്. കാരണം അദ്ദേഹത്തിന്റെ മകളും ആ മകളുടെ ഭർത്താവും ഒക്കെ ചേർന്നുകൊണ്ട് അത് പാർട്ടിയും ഗവൺമെന്റുമായി മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹവും, അങ്ങനെയുള്ള ആ വ്യക്തി ഈ തരത്തിൽ വളരെ തന്ത്രപ്രധാനമായ വിഴിഞ്ഞം ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ രൂപപ്പെടാൻ പോകുന്ന അന്താരാഷ്ട്ര തുറമുഖം, ആ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനന്തമായ സാധ്യതകൾ. അപ്പൊ ആ സാധ്യതകളിൽ എവിടെയൊക്കെ മാസപ്പടി കിട്ടാനുള്ള സാധ്യതയുണ്ട്, പാർട്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരുപോലെ അതിന്റെ വിഹിതം കൈപ്പറ്റാൻ ഇടയാക്കുന്ന തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി പോകാനുള്ള ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് മകളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഇരുത്തിക്കൊണ്ട്, എന്നാൽ ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതിങ്ങനെ പോകുന്നതാണ് ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമം. അദ്ദേഹം സാമാന്യവൽക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നടത്തിയത് വലിയ അഴിമതിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഇതേ
സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് CMRLന്റെ കോഴപ്പണം. അത് CMRLന്റെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്ന് ലോൺ ഉണ്ടാകുന്നു. ആ ലോൺ തിരിച്ചടയ്ക്കാൻ അവരുടെ തന്നെ പണം ലഭിക്കുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആ നടത്തിയിട്ടുള്ള ഇടപാടുകളെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തി എന്ന് പറയുന്ന വെളിപ്പെടുത്തൽ, അതേസമയം അതിനെപ്പറ്റി പുറം ലോകം അറിയുന്ന മറ്റു കാര്യങ്ങൾ, CMRLന്റെ ഡയറിയിലെ ഇതുമായി ബന്ധപ്പെട്ട പണം കൈപ്പറ്റിയ മറ്റാളുകളുടെ ലിസ്റ്റ്, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തെ വളരെയേറെ കൊള്ളയടിക്കാനുള്ള ഒരു ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് തയ്യാറാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയായി വിഴിഞ്ഞം പോലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തെ മാറ്റാനാണ് ഭാവമെങ്കിൽ എല്ലാ സംവിധാനവും അതിനെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഇതിനെതിരായി പ്രതിഷേധമുയരണമെന്ന് മാത്രമല്ല, കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതേമാതിരിയുള്ള സംരംഭങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ സമാജം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തെ ആളുകളുടെ കരങ്ങളിൽ ഇതേപോലെയുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ സുരക്ഷിതമല്ല. അതിലേറെ എന്തെങ്കിലുമൊക്കെ ഇടപാട് നടത്താൻ സ്കോപ്പുണ്ട് എങ്കിൽ അതിനോട് വിധേയത്വം കാണിക്കുന്ന കുടുംബത്തെ, ആ പാർട്ടിയെ ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ ഉദാഹരണം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാവും. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഉത്കണ്ഠാജനകമാണെന്ന് മാത്രമല്ല ഗുരുതരമായ പ്രശ്നമാണ്. ഈ നിലയിൽ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനം, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം കുടുംബകാര്യമാക്കരുത്, അടുക്കളക്കാര്യമാക്കരുത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ ഇടതുപക്ഷ സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം വലിയ വിവാദമാകുന്നൊരു സാഹചര്യമുണ്ട്. ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തിയെന്നാണ് വിമർശനം ഉയരുന്നത്. താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അല്ല, ഇതിനകത്ത് വേറൊന്നുമില്ല. ഇതിനകത്തുള്ളത് വളരെ ലളിതവും വ്യക്തവുമായിരിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, കേരളം എന്നത് ഇയാളുടെ തറവാടാണെന്നോ മറ്റോ ഇയാൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. കേരളം ഇയാളുടെ തറവാടാണ്. ഇയാൾക്ക് ജന്മം നൽകിയിരിക്കുന്നയാൾ ഈ കേരളം മുഴുവൻ തന്നെ ഇയാൾക്ക് അങ്ങ് പതിച്ചു നൽകിയിരിക്കുന്നു, ഇയാൾക്കും കുടുംബത്തിനുമായി പതിച്ചു നൽകിയിരിക്കുന്നു എന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന സർവ്വ വൃത്തികേടുകളും ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചാലോചിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുൻപായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചല്ലോ. ഈ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ വിലാപയാത്ര പോലും റദ്ദ് ചെയ്യാൻ ഇയാൾ കാണിച്ചിരിക്കുന്ന ഒരു സൂക്ഷ്മതയുണ്ട്. അത് റദ്ദ് ചെയ്യാൻ ഇയാൾ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മതയുടെ അത് വ്യക്തമാക്കപ്പെട്ടപ്പോഴാന്ന് പറഞ്ഞാൽ, തലശ്ശേരിയിൽ കൊണ്ടുവന്നു, പിന്നീട് മട്ടന്നൂർ വിമാനത്താവളത്തിൽ കൊണ്ടുവന്നു, തലശ്ശേരിയിൽ കൊണ്ടുവച്ചു, അത് അങ്ങനെ കൊണ്ടുവച്ചു, വൈകുന്നേരം അത് പയ്യാമ്പലത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. ഈ സംസ്കരിച്ചു കഴിഞ്ഞ് വിതിൻ നോ ടൈം ഒരു പ്രത്യേകമായിരിക്കുന്ന വിമാനത്തിൽ അയാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ കൊച്ചി പോകുന്നു, കൊച്ചിയിൽ നിന്ന് അയാൾ യൂറോപ്യൻ പര്യടനത്തിന് പോകുന്നു. ഇത്രമാത്രം ഉളുപ്പ് കെട്ടിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിലെ മൊത്തം പാർട്ടിക്കാരെയാണ് വാസ്തവത്തിൽ അയാൾ അപമാനിച്ചത്. മൊത്തം പാർട്ടിക്കാരെന്ന് മാത്രമല്ല, കേരളത്തിലെ പൗരാവലി ഒരു പാർട്ടിയെ നയിച്ചിരിക്കുന്ന ഒരാളുടെ മൃതദേഹത്തോട് കാണിക്കുന്ന അതിക്രൂരമായ ഒരു സംഭവമാണ്. അതിനകത്ത് ഇയാൾ കൂട്ടിയിട്ട് പോകുമ്പോൾ ആരെ കൂട്ടിയിട്ടാണ് പോയത്? ഇയാളുടെ ഭാര്യയുണ്ട്, ഇയാളുടെ മകളുണ്ട്, ഈ നിൽക്കുന്ന മകളുണ്ട്. ഈ അഴിമതി എന്ന് പറഞ്ഞാൽ ഇയാളെ വെല്ലുന്ന വിധത്തിൽ അഴിമതി നടത്താൻ പ്രാപ്തയാണ് ആ കുട്ടി എന്നാണ് ഇപ്പോൾ പത്രത്തിൽ വന്നിരിക്കുന്ന മുഴുവൻ വാർത്തക്കാർ. അതോടൊപ്പം തന്നെ അവരുടെ മകനായിരിക്കുന്ന അവനും ഇവരെല്ലാവരും ഇറങ്ങി പോവാണ്. അപ്പൊ ഇത് ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ ഞാൻ അന്ന് തന്നെ ചർച്ചക്കാരെല്ലാം പറഞ്ഞേക്കുന്ന സംഭവം, എവിടെ പോകുമ്പോൾ ഇത് കൂട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇയാൾക്ക് ഉണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രി എന്നതിൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന പെരും കള്ളന് ഈ കേരളത്തിലെ ജനവും അധികാര സ്ഥാപനങ്ങൾ നൽകുന്ന ഒരുപാട് പ്രിവിലേജസുകളുണ്ട്. ആ പ്രിവിലേജസുകൾ മുഴുവൻ തന്നെ ഈ കഴപ്പണം കെട്ടിരിക്കുന്ന അലമ്പ് കുടുംബത്തിന്റെ ആളുകൾക്കും ഇതിങ്ങനെ ദാനമായി കൊടുക്കാൻ ഇയാൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനേക്കാൾ സുപ്രധാനമായിരിക്കുന്ന മറ്റൊരു വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, ഈ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിൽ മുഴുവൻ തന്നെ ഇയാൾക്ക് കയറി ചെല്ലാനും ഇയാളുടെ കുടുംബാംഗങ്ങൾ കയറി ചെല്ലാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലുണ്ടായിരിക്കുന്ന ഒരു ക്രമീകരണം വൻകിട ഉദ്യോഗസ്ഥ ലോബിയുമായി ഇയാളുടെ ആ അറിവും സമ്മതത്തോടും കൂടി അത് നിർമ്മിക്കുമ്പോൾ ഭാവി എന്ത് വരികയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ നടത്താവുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത വിധത്തിലായിരിക്കുന്ന വൻതോതിലുണ്ടായിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ കേന്ദ്ര ബിന്ദുവായിട്ട് ആര് മാറുകയാണ്? ഇയാളുടെ കുടുംബം മാറ്റപ്പെടുന്നു എന്നുള്ള വളരെ സംശയകരമായ ചുറ്റുപാടുണ്ട്. ഈ ചുറ്റുപാട് തൊട്ട് മുൻപായി വരുന്ന സാധനമാണ് 50,000 കോടി ഉറുപ്പികളുടെ അഴിമതി ആരോപണം ഇയാൾക്കെതിരെ ആദ്യമായി ഉന്നയിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് പി സുകുമാരൻ സാറാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത്.
ആ തലശ്ശേരിയിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അതിൽ ഏതാണ്ട് 6-7 മാസത്തിന് ശേഷം ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ആ കേസ് എന്താണെന്ന് അറിയില്ല. ഇതിൽ പിന്നീടാണ് കൊച്ചി കടപ്പുറത്തിന്റെ പുറത്ത് എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 25,000 കോടി ഉറുപ്പികയുടെ ലഹരി വസ്തുക്കൾ വരുന്നത്. നമ്മൾ അറിയേണ്ടതും ഈ വിഴിഞ്ഞം പോർട്ട് ഇയാളും ഇയാളുടെ കുടുംബവും ഈ പരിവാരങ്ങളോടൊപ്പം സന്ദർശിക്കുമ്പോൾ അതിനകത്ത് വരാത്ത വലിയ വൻകിട ഉദ്യോഗസ്ഥന്മാരുടെ ബ്യൂറോക്രാറ്റുകളുടെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് അവരുമായുള്ള ബന്ധം തുടരാനുള്ള സ്പേസ് ഇയാൾ നിർമ്മിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ കേവലമായിരിക്കും സന്ദർശനത്തിന്റെ വിഷയം മാത്രമല്ലത്, മറിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്തെ 3.25 കോടി മലയാളികളെ മുഴുവൻ ഇങ്ങനെ പരിഹാസ്യരും പുച്ഛമുള്ള ആളുകളുമാക്കിയിട്ട് എന്ത് തെമ്മാടിത്തവും ചെയ്യാനുള്ള അധികാരം ഇയാൾക്ക് ഭരണഘടനാപരമായി ലഭിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം. അവിടെ കേവലമായിരിക്കുന്ന ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും അവിടെ പോയി സന്ദർശിച്ചു എന്ന ഒരു എന്താ പറയുക കേവലമായ ആരോപണത്തിന് അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുടെ സന്ദർശനമായി ഈ സംഭവത്തെ കാണുകയും അവിടെ ഇത് ഗൗരവതരമായ അർത്ഥത്തിൽ മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങളുടെ ഒരു ചൂണ്ടുവലകയായി ഇത്തരം സന്ദർശനങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി തോന്നുന്നത്. വേണം. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് ഈ ചർച്ചയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലതുപക്ഷ നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാറിലേക്കാണ്. ശ്രീകുമാർ സാർ, ഇതിൽ പാണ്ഡ്യാല ഷാജി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. വലിയ അഴിമതിക്ക് കളമൊരുക്കുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദർശനമായി പോലും ഇതിനെ വിലയിരുത്തണമെന്ന്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സി ബി ഐ വരികയാണ്. ഒപ്പം തന്നെ ഇനി നിയുക്ത ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഒരു അന്വേഷണവും വരാൻ പോകുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദമെല്ലാം വലിയ അഴിമതിക്കാരായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കെ എം എബ്രഹാമിന്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തെ ഈ സ്വത്തിന്റെ കണക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ചുറ്റും ഈ അഴിമതിക്കാരുടെ ഒരു വലയം തീർത്തുകൊണ്ട് ആ അഴിമതിയുടെ ഒരു വിഹിതം മകൾ വീണയിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രമായി പോലും ഈ ഒരു സന്ദർശനത്തെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുമോ? അല്ല, അതൊക്കെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ ആധികാരികമായി കഴിവില്ല. കാരണം അതൊക്കെ ഓരോ പാർട്ടികളുടെ ഒക്കെ നിഗമനങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാനിതിനെ കാണുന്നത്, ഇത് മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം, ആ വിഴിഞ്ഞം തുറമുഖത്തെ അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്മാരകം എന്ന പോലെ ആക്കി മാറ്റാൻ ഒരു പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം കാണും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലും ചരിത്രരേഖകളിലും ഒക്കെ അദ്ദേഹത്തിന്റെ പേരിങ്ങനെ നന്നായിട്ട് നമ്മൾ പറയുന്ന പോലെ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട പോലെ ഒക്കെ കിടക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിന് കാണും. കാരണം ഇത് പറയാൻ കാരണം, ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പരിശ്രമിച്ചപ്പോഴ് 6,000 കോടി രൂപയുടെ അഴിമതി ഉന്നയിച്ച ആളാണ് പിണറായി വിജയൻ. 7,000 കോടി എങ്ങാണ്ടേ ഉള്ളൂ അതിന്റെ ചെലവ്. പക്ഷെ 6,000 കോടി അഴിമതി ഉന്നയിച്ചു. അതേ മുഖ്യമന്ത്രി പിന്നെ ഭരണസ്ഥാനത്ത് എത്തിയപ്പോഴ് അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവനയാണിതെന്ന് ഉള്ള പ്രചാരണമാണ് പാർട്ടിയും അദ്ദേഹം നടത്തിയത്. അപ്പൊ അങ്ങനെ പ്രചാരണം നടത്തുമ്പോഴ് അത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാകാം ഇങ്ങനെ ഒരു കുടുംബ സന്ദർശനം. കാരണം അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. ചിത്രങ്ങളും വീഡിയോ, ഇപ്പൊ ഇതൊരു വീഡിയോ കാലവും ഒരു ഡിജിറ്റൽ യുഗമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. ഒരുപക്ഷെ അങ്ങനെ ഉദ്ദേശം ഉണ്ടാകാം. ഇനി വേറൊരു കാര്യം, ഈ പാർട്ടി, അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടി ഒരു കാലത്ത് ആക്ഷേപിച്ചത് കുടുംബാധിപത്യത്തെയാണ്. ഇന്ദിരാഗാന്ധിയുടെ കുടുംബാധിപത്യം, അതുപോലെ തന്നെ കേരളത്തിൽ കെ കരുണാകരന്റെ ഏറ്റവും അധികം ആക്ഷേപിച്ചത് ഈ പിണറായി വിജയനെ കുറിച്ചാണെന്ന് നീലിമയ്ക്ക് അറിയാമല്ലോ. അപ്പൊ അക്കാലത്ത് കരുണാകരൻ, അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയത്തിലുണ്ട്, മകള് രാഷ്ട്രീയത്തിലുണ്ട്. ഈ രണ്ടുപേര് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. മകള് ഭരണപരമായ ചില സ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു സർക്കാർ യോഗങ്ങളിലും ഇവരെ ആരും പങ്കെടുപ്പിച്ചിട്ടില്ല. അത് കരുണാകരൻ അക്കാലത്ത് തീരുമാനിച്ചത്, എന്റെ യോഗത്തിൽ അന്ന് കരുണാകരന്റെ മക്കളൊന്നും ഇത്ര വളർന്നിട്ടില്ല എങ്കിൽ പോലും വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടിരുത്താമായിരുന്നു. അദ്ദേഹം ചെയ്തില്ലല്ലോ. സി എച്ച് ചിദംബരം ചെയ്തോ? ഇ.കെ. നായനാർ ചെയ്തോ? വി.എസ്. അച്യുതാനന്ദൻ ചെയ്തോ? അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ചെയ്തോ? എ.കെ. ആന്റണി ചെയ്തോ? പി.കെ. വാസുദേവൻ നായർ ചെയ്തോ? സി.എച്ച്. മുഹമ്മദ് ചെയ്തോ? ആരും ചെയ്തില്ല. അതിന്റെ കാരണം എന്താണ്? രാഷ്ട്രീയവും ഭരണവും കുടുംബവും വേറെ ആയിട്ട് അത് കണ്ടു. ഈ കമ്മ്യൂണിസ്റ്റുകൾ പക്ഷേ ഞങ്ങൾക്ക് കുടുംബവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല
ഞങ്ങള് ചില പ്രത്യശാസ്ത്രത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട പാർട്ടിയാണ്, ഞങ്ങൾക്ക് നാടില്ല വീടില്ല പാർട്ടി മാത്രം എന്നൊക്കെ പറഞ്ഞു കിടന്ന അവരാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഏറ്റവും അധികം കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഇത് സത്യത്തില് അങ്ങനെ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മകൾ കോടിക്കണക്കിന് രൂപ അനധികൃതമായി ഇങ്ങനെ സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ ഈ കേരളത്തിലെ CPM-ന്റെ ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഒരു ഏകഛത്രാധിപതി എന്ന നിലയിലേക്ക് പിണറായി വിജയൻ മാറിയതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അതായത് അതൊക്കെ അന്വേഷണം നടക്കുകയാണ്. SFIയുടെ ഒക്കെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ചർച്ചാ വിഷയം അല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പോയപ്പോൾ എന്തിന് കുടുംബാംഗങ്ങളെ കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് കേരളത്തിന്റെ ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് കേരള പറയുന്നത് അവരുടെ സ്വപ്ന പദ്ധതിയാണെന്ന്. അവരുടെ സ്വപ്ന പദ്ധതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് അങ്ങനെ ആക്കി സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നു. അത് മാത്രമല്ല, അത് തന്റേതായ ഒരു നേട്ടമായിട്ട് കാണിക്കാൻ. ഇപ്പൊ ഒരു കഴിഞ്ഞ അതിന്റെ ഉദ്ഘാടന കാലത്ത് പിണറായി വിജയനെതിരെ ഒരു IAS ഉദ്യോഗസ്ഥ പുകഴ്ത്തിയതൊക്കെ നമുക്കറിയാവില്ല, വിഴിഞ്ഞത്തിന്റെ അന്ന് ആദ്യത്തെ ഉദ്ഘാടന സമയത്തൊക്കെ. അപ്പൊ അതൊക്കെ ആ രീതിയിലൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത്? ഇത് കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു സ്ഥാപനമാണെന്ന് വരികയും ഈ സ്ഥാപനം അത് ഞങ്ങളുടെ ഒക്കെ പേരിൽ കിടക്കട്ടെ എന്നൊരു പാർട്ടി ആഗ്രഹിക്കുകയും ചെയ്താൽ ആ പാർട്ടിയുടെ പാർട്ടിയുടെ പരമാധികാരിയായി മറ്റേ പാർട്ടി തന്നെ പറയുന്ന മുഖ്യമന്ത്രി ആഗ്രഹിക്കുകയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാല് ഇത് പാർട്ടിക്ക് തന്നെ ഉത്തരം പറയേണ്ട ഘട്ടം വരും. കാരണം നാളെ എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് മന്ത്രിസഭാ യോഗത്തിലേക്ക് നൽകിയ അവസ്ഥ എന്താ? അല്ലെ നാളെ എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളെ കൂട്ടിയിട്ട് സർക്കാർ പരിപാടികളിൽ സർക്കാർ മീറ്റിങ്ങുകൾ പോയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണണം, ഒന്ന് വീക്ഷിക്കണം എന്ന് പറഞ്ഞ അവസ്ഥ എന്താ? അപ്പൊ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് സത്യം പറഞ്ഞാല് ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ആ ഉദ്യോഗസ്ഥർ പറയണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരുപാട് ഉപദേശകരുണ്ടല്ലോ, പത്രോപദേശകർ തന്നെ ഉണ്ടല്ലോ ഒരുപാട് പേര്. പത്രോപദേശകർക്ക് പറഞ്ഞുകൂടെ ചെയ്യുന്നത് ശരിയല്ല? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഒരുപാട് സെക്രട്ടറിമാരുണ്ട്, അവർ പറയണ്ടേ സാർ ഇത് ചെയ്യുന്നത് ശരിയല്ല, കാരണം ഇതൊരു നാളെ ഒരു വിവാദമായിട്ട് മാറും. അപ്പൊ വിവാദമായിട്ട് മാറിയാലും അങ്ങ് തുടരുക. ഈ വലിയ വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം വലിയ വിവാദങ്ങളിലേക്ക് പോകുകയാണ്. ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തി എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയോട്, വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത്? അല്ല, ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിഴിഞ്ഞം പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് സമീപ ദിവസങ്ങളിൽ നടക്കാൻ പോകും. അദ്ദേഹം വരുന്നതിന് മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഴിഞ്ഞം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്ത് വിവാദമാണ് ഉള്ളത്? ഈ വിവാദം ഉണ്ടാക്കിയത് ആരാണ്? ഈ വിവാദം ഉണ്ടാക്കുന്നതിന് മുഖ്യകണ്ണി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കേരളം ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം ഞാൻ അങ്ങയെ ഒരു കാര്യത്തിൽ എനിക്ക് പറഞ്ഞു പോകാതെ കഴിയില്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും, മുഖ്യമന്ത്രിയുടെ കുടുംബം, അതെങ്ങനെയാണ് സാർ സ്വാഭാവികമാകുന്നത്? അല്ല, മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ ആ സ്വാഭാവികം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ഏത് ഭരണാധികാരിയും അവരുടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാന്ന് പറയുന്നതാണ് ഈ സ്വാഭാവികം എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ളത്? എന്തിനാണ് അദ്ദേഹം അവിടെ എത്തിയത്? അദ്ദേഹം എത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി രാഷ്ട്രത്തിന് തന്നെ അഭിമാനമായ, ലോകത്തിനൊപ്പം വളരാൻ സാധ്യതയുള്ള ഏതാണ്ട് അതിന്റെ തെളിവുകളെല്ലാം പുറത്തു വന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ, മദർ ഷിപ്പുകൾ തന്നെ അവിടെ പാടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ ഒരു പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ എത്തുന്നതിന് മുന്നോടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും ഉണ്ടായിരുന്നു. അവരല്ലേ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യണ്ടേ? ശ്രീ റെജി ലൂക്കോസ്, ഈ മകൾ എന്ന് പറയുന്നത് ഒന്നാമത് ഇത് മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, മെയ് 2 പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു എന്ന്. അപ്പോൾ തന്നെ അതിനൊരു ഔദ്യോഗിക സ്വഭാവമുണ്ട്. മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള
ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെയൊക്കെ സാന്നിധ്യം വരുന്നത്? മാത്രവുമല്ല, SFIO കേസിൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ഈ ഔദ്യോഗിക സ്വഭാവത്തോടുകൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഒരു ഔചിത്യമൊക്കെ വേണ്ടേ ഈ വിഷയത്തിൽ? അല്ല, വാസ്തവനാണെന്നുണ്ടെങ്കിൽ ഈ ഔചിത്യ കുറവ് നിങ്ങളാണ് കാണിക്കുന്നത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖത്തിൽ സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരവിന് മുന്നോടിയായി മുഖ്യമന്ത്രി കുടുംബത്തോടെ എത്തിയത് ആ പരിപാടിയായി നിങ്ങൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇതിനു മുൻപ് കേരളം ഭരിച്ചിരുന്ന എത്ര മുഖ്യമന്ത്രിമാർ അവരുടെ കുടുംബാംഗങ്ങളെ, ഭാര്യമാരെ അതുപോലെ മക്കളെയൊക്കെ ഇങ്ങനെ ഓരോ പൊതുചടങ്ങിലും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്? ഔദ്യോഗിക സ്വഭാവമുള്ള പരിപാടികളിൽ പോലും ഇങ്ങനെ കുടുംബത്തെ എഴുന്നള്ളിച്ച് നടക്കുന്നത് എത്രയും മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും? ശ്രീ റെജി ലൂക്കോസ്. അല്ല, മുൻ മുഖ്യമന്ത്രിമാര് കുടുംബത്തോടൊപ്പം എത്തിയോ ഇല്ലയോ എന്നുള്ള ഇവിടെ പ്രസക്തമല്ല. ഇവിടുത്തെ ഈ ചടങ്ങ് എന്താണ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിനെ പോലും പിന്നെ ഒരു ഔചിത്യമില്ലായ്മയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന അല്ല, ഇത് ഔദ്യോഗികമായ ഒരു ചടങ്ങാണ് ശ്രീ റെജി ലൂക്കോസ്. ഇതിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഇവർക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരവസരത്തിലാകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഔദ്യോഗികമായി ഈ യോഗം നടക്കുമ്പോൾ അവിടെ പുറത്ത് കാത്തിരിക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ ഈ കുടുംബത്തെ പോലും ഈ അടുക്കളക്കാര്യം പോലെ ഔദ്യോഗിക കാര്യം കൂടി കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ്? അല്ലെ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മറുപടി കിട്ടാൻ പറ്റില്ല. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നീലും ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വിളിച്ചാലും എന്താ അർത്ഥമുള്ളത്? അല്ല, താങ്കൾ ഇത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ഇത് സ്വാഭാവികം എന്ന് മാത്രമല്ല, ഇത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന് ഭാവിനോടൊപ്പം യാത്രയാന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പം കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, അദ്ദേഹം ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിലെത്തിയത് ആരോടൊപ്പമാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയോട് മക്കളോടൊപ്പം. ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശന കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഭാര്യയുണ്ട്, അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്താ അടുക്കളക്കാരിയുള്ളൂ? നിങ്ങൾ എന്താ ഏതെല്ലാം രീതിയിലാണ് ഈ ചർച്ചയെ കൊണ്ടുവന്നത്? ഇത് പൊതുജനം കേൾക്കുന്നില്ല. നിങ്ങൾ ശരിക്കും ഇവിടെ അനാദരവ് കാണിക്കുന്ന ആദരണീയനായ ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് ഇപ്പൊ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിന് ഏറ്റവും ശ്രേഷ്ഠമായി രാജ്യത്തിന് അഭിമാനമായ ഒരു പദ്ധതി സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങിന് മുന്നോടിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പ്ലാന്റ് അങ്ങേ ചർച്ചയിൽ ഒന്ന് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനത്തിനെത്തുമ്പോൾ ഒപ്പം ഭാര്യയുമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വലിയ താരതമ്യം പിണറായി വിജയന്റെ കാര്യത്തിൽ ഇടതുപക്ഷ നിരീക്ഷകർ നടത്തുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന ഒരു മഹത് വ്യക്തിയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഈ കാളവാല് പൊക്കുമ്പോ എന്തിനാണെന്ന് നാട്ടിൽ അറിയാം എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറയും പോലെ പിണറായി വിജയൻ പ്രത്യേകിച്ച് ഇപ്പോ മകളെ കൂടെ കൂട്ടി, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരെ കൂടെ കൂട്ടി ഇത്തരം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ നന്നായി മനസ്സിലാവും. അപ്പൊ അദ്ദേഹം അത്തരത്തിലൊരു ഏത് കാര്യം എടുക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കാം, ലാഭമുണ്ടാക്കാം, അല്ലെങ്കിൽ പുറംപണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വൈദ്യുതി മന്ത്രിയുടെ കാലം മുതൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രമുള്ള അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ചതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൽ നിന്ന് അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ മക്കളെ താലോലിച്ച മുഖ്യമന്ത്രി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കൊടുക്കാൻ വേണ്ടി ആന്റണിയെ ചുമതലപ്പെടുത്തിയിട്ട് അദ്ദേഹം മൂത്രമൊഴിക്കാൻ പോയി, എന്നിട്ട് ആന്റണിയെ കൊണ്ടാണ് പേര് പറയിച്ചത്. അതിനുശേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മറയോടുകൂടിയാണ് കരുണാകരൻ പോലും ചെയ്തത്. അപ്പൊ അതിന് അങ്ങനെയുള്ള മറയൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെ നേരത്തെ ഈ സ്വാഭാവികം എന്ന വാക്കുകൊണ്ട് എന്റെ സുഹൃത്ത് ഉദ്ദേശിച്ചത്. എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. എൻ ശ്രീകുമാർ, ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ ന്യായം കേട്ടില്ലേ? അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ഭാര്യ കൂടെ വരുന്നുണ്ട്, അത് ഇവിടെയും ആയിക്കൂടെ? അതിലെന്താണ് തെറ്റെന്നാണ് റെജി ലൂക്കോസ് ചോദിക്കുന്നത്. അതായത് റെജി ലൂക്കോസിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒരു CPM മെമ്പറാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടില് ഈ ഭാര്യമാർക്ക് വലിയ സ്ഥാനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു കപ്പലിന്റെ ഇത് നടത്തുകയാണെങ്കിൽ അതിന്റെ കപ്പൽ നീറ്റ് കിടക്കുന്ന സന്ദർഭത്തില്
അത് ആരാണോ രാജ്യരക്ഷാ മന്ത്രി അവരുടെ ഭാര്യമാരാണ് അതിന്റെ നാളികേരം അങ്ങനെ എന്തോ ചെയ്യുന്നത്. അതിലൊക്കെ വലിയ കാര്യം വേറെയുണ്ട്. പക്ഷെ ഇതല്ലല്ലോ. ഇപ്പൊ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഭാര്യയും കൂട്ടി വന്നതും ആ വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഏതെങ്കിലും യോഗത്തിൽ ആ ഭാര്യ ഉണ്ടോന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാല് ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്ത കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലാണ്ട് കൂടെ പോയതിനല്ല. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ പോകാന്നേ, രാഷ്ട്രീയ നേതാവിനും പോവാം. പക്ഷേ ഔദ്യോഗിക യോഗം ഒരു ഹാളിൽ നടക്കുമ്പോൾ ആ യോഗത്തിലേക്ക് കുടുംബസമേതം അവരെ ഇരുത്തുന്നത് തെറ്റാണ്. മറ്റവർ പുറത്തിരിക്കും, സാധാരണ അവർ പുറത്താണ് ഇരിക്കുക. ആ യോഗം കഴിഞ്ഞ് അവർ ഒരുമിച്ചൊരു കാറിൽ പോകും. ഭാര്യമാരും മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് പോകാം, മക്കൾക്ക് പോകാം, അതൊന്നും തെറ്റില്ല. പക്ഷെ യോഗം അങ്ങനെയല്ലല്ലോ. യോഗത്തിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തും. എന്താണ് മിനിറ്റ്സ്? ഈ യോഗത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ്, ആ പങ്കെടുത്തവരുടെ പേര് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഔദ്യോഗികമായി മാറിയില്ലേ? അപ്പൊ ആ പേര് എഴുതുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പേര് എഴുതാറില്ലല്ലോ നമ്മള്. അപ്പൊ ആ യോഗം ചിന്തിക്കുന്നത് തെറ്റാണ്. അത് മാത്രവുമല്ല, ഇതൊരു രഹസ്യ സ്വഭാവമുള്ള യോഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്ര അടുത്ത കുടുംബാംഗങ്ങളാണെങ്കിലും പങ്കെടുപ്പിക്കുന്നത് തെറ്റാണ്. കാരണം നാളെ പല ആക്ഷേപങ്ങൾക്ക് അത് വഴിവെക്കും. ഇത് മനസ്സിലാക്കാതെ പോയതല്ല മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിത്രവും ചരിത്രവുമാണ് ഈ വിഴിഞ്ഞം ഉദ്ഘാടനം എന്ന് പറയുന്നത്. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം, ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണമായത്, അത് എനിക്കുള്ള പങ്ക് വ്യക്തമാക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അതിന്റെ ഭാഗമായിട്ടൊക്കെ വരാം. പക്ഷെ നമ്മളിൽ കാണുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയം മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹത്തിന് വിനയായി മാറും. അദ്ദേഹത്തെക്കാട്ടിലും കൂടുതൽ വിനയായി മാറുന്ന പാർട്ടിക്കാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളെ അവരുടെ പ്രവർത്തകരോട് ഉത്തരം പറയേണ്ടി വരും. കാരണം നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ത്രിമാരെല്ലാം അവരുടെ ഭാര്യമാരൊക്കെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഭാര്യയെ അന്ന് നിങ്ങളെ യോഗത്തിൽ, കളക്ടറുടെ യോഗത്തിൽ ഏതെങ്കിലും മന്ത്രിയുടെ ഭാര്യ ഇരുന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ ആ ഭാര്യ ബന്ധപ്പെട്ട MLA അല്ലെങ്കിൽ മറ്റേ IAS ഉദ്യോഗസ്ഥയോ ആവണം, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇതിൽ ന്യായീകരിക്കാൻ പറ്റില്ല CPM-ന്. പിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് റെജി ലൂക്കോസ് അദ്ദേഹം നല്ലൊരു സുഹൃത്താണ്. പക്ഷെ അപ്പൊ അദ്ദേഹം വെച്ച് ഇങ്ങനെ പറഞ്ഞു പോയി, ഇത് മാത്രമേ ഉള്ളൂ. അത് ന്യായീകരിക്കുന്ന കാര്യമല്ല. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഭാര്യയും കൂട്ടി വരുന്ന പോലെ നമ്മളെ ഇപ്പൊ പണ്ട് R. ബാലകൃഷ്ണനുള്ള ഒരു തമാശ ഉണ്ട്. R. ബാലകൃഷ്ണനുള്ള കാനഡയിൽ പോയി പഴയ മന്ത്രിസഭാ കാലത്ത്. അപ്പൊ ആരോ ചോദിച്ചു, ബാലകൃഷ്ണപിള്ള എന്തിനാ ഭാര്യയെ കൊണ്ടുപോയത്? അപ്പൊ അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷത്തിന് കൊടുത്ത മറുപടി എന്താ അറിയാമോ? എനിക്ക് എന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ അത് ഭാര്യമാരെ കൊണ്ടുപോകുന്നതെന്ന് ആരും തെറ്റു പറയുന്നില്ല. പക്ഷെ അവരെ ഔദ്യോഗിക യോഗത്തിൽ ഇരുത്തുന്നതാണ് പ്രശ്നം. ബി രാധാകൃഷ്ണ മേനോൻ, അങ്ങേക്ക് അവസാനിപ്പിക്കാം. നേരത്തെ ഇതൊരു വളരെ മുഖ്യമന്ത്രിയുടെ ഭാവിയിലേക്കുള്ള വളരെ കൃത്യമായ ഒരു നീക്കമാണ്. അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ ഭാവിയിൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കുടുംബാംഗങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള കൃത്യമായ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ അജണ്ടയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. അതിനുമപ്പുറത്ത് കൃത്യമായി ഭാവിയിലേക്ക് വിഴിഞ്ഞം പോലെയുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖത്തെ അതിനെ തന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പാർട്ടിയുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മകളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ രൂപപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ അജണ്ട, ഇതെല്ലാം ചേർത്ത് വായിക്കണം നമ്മൾ അദ്ദേഹത്തിന്റെ ഈ നടപടി. ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ നിരീക്ഷിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ വിവാദമാകുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം. ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ മകളെ കൂടി കൂട്ടിക്കൊണ്ടുള്ള ഈ ഔദ്യോഗിക സന്ദർശനം എന്നാണ് വിമർശനം ഉയരുന്നത്. ഈ പ്രത്യേക ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.